ഹലോ, അപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? അപ്പം ഞാൻ നിൽക്കുന്നത് കടലിനകത്താണ്. അപ്പം വേലിയിറക്കം ആയതുകൊണ്ട് ഈ ഭാഗത്ത് വെള്ളമില്ല. ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഏകദേശം ഇത്രയും ചങ്കപ്പോയിലും വെള്ളം വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വേണ്ടേ, ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. നമുക്ക് വേലിയിറങ്ങി കഴിയുമ്പം നമുക്ക് ഐലൻഡിലോട്ട് നടന്നു പോകാം. കാരണം അതുപോലെ വെള്ളം ഇറങ്ങിപ്പോവും. അപ്പോൾ ഞങ്ങൾ ഐലൻഡിലോട്ടൊന്ന് നടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ ഐലൻഡിലോട്ട് ആ കാണുന്ന ഏറ്റവും പുറകെ കാണുന്നതാണ് ഐലൻഡ് കേട്ടോ. കണ്ടോ, ഈ കാണുന്നതെല്ലാം കടൽ തന്നെയാണ്. ഇപ്പം വെള്ളം ഇറങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലെ നടന്നു പോകുന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു ഏകദേശം 6 അടി പൊക്കത്തിൽ വെള്ളം വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ജോഷുവ അതിൽ ഓടി നടപ്പുണ്ട്. ഇവിടുത്തെ മണലാണേലും വലിയ കുഴപ്പമില്ലാത്തത്. നമുക്ക് ചവിട്ടി നടക്കാവുന്ന, ചെരുപ്പില്ലേലും ചവിട്ടി നടക്കാം. ഒത്തിരി ഷാർപ്പായിട്ടുള്ളതൊന്നും നമ്മൾ ഈ നടപ്പാതയിലില്ല. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു തിട്ട പോലെ ഒരു 1-2 അടി പൊക്കത്തിൽ മണൽ കിടപ്പുണ്ട്. ആ സമയം അവിടെ വേണ്ട താന്ന ഒരു 1-2 അടി താഴ്ചയല്ല, അതിനപ്പുറത്ത് വീണ്ടും ഒരു അടിക്ക് മുകളിൽ താഴ്ചയുണ്ട് താഴോട്ട്. കാരണം അവിടെ വെള്ളമുണ്ട്. കണ്ടോ, ഞണ്ടുകളെല്ലാം കൂടെ ഓടി നമ്മളെ കണ്ടപ്പം അവരുടെ മാളത്തിനകത്തോട്ട് കയറുന്നുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം വേണ്ട ഐലൻഡിൻ്റെ നമ്മുടെ മെയിൻ ലാൻഡിൻ്റെ കൂടെ കറക്റ്റ് നടക്കാൻ നിൽക്കുന്നത്. അടിപൊളി വ്യൂ ആണ് നോക്കി. ഒരു വശത്ത് സൂര്യൻ അസ്തമിക്കുന്നു, മറ്റേ വശത്ത് ആൾക്കാർ. നമ്മളിങ്ങനെ നടന്നു വന്നത്. അങ്ങ് ദൂരെ വരെ വേണ്ടേ കരയായിട്ട് എന്നാൽ കടലിലാണ് നമ്മൾ നിൽക്കുന്നത് തന്നെ. അപ്പം എന്തായാലും ഞാൻ പയ്യെ നടന്ന് ഐലൻഡിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കൂടുതൽ രസകരമാകുന്നു. ഇപ്പം നമുക്ക് ചെടികളൊക്കെ കുറച്ചുകൂടെ അടുത്ത് കാണാം. ആകാശമാണെങ്കിൽ നല്ല ഭംഗിയായിട്ട്. ഇതാ ഐലൻഡ്. ഇവിടെ എത്തി. ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടൽ ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽപ്പുണ്ട്. ആൾക്കാരൊക്കെ നടക്കാനും ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. ഏതായാലും വേണ്ട സൂര്യൻ അസ്തമനം. ഈ ടൈപ്പ് മരങ്ങളാണ് ഈ ഐലൻഡിനകത്തുള്ളത്. എനിക്ക് പൂക്കളുണ്ടാകുന്ന മരങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൂടെ നടുക്കൂടെ ഒരു വഴിയുണ്ട് അങ്ങോട്ട്. അതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാം. ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ ഓർത്തിരിക്കും. നേരെ അങ്ങ് ദൂരെ കാണുന്നത് ബ്രിസ്ബൻ പോർട്ട്. അതിലൊരു മരത്തേല കണ്ടോ, അതുകൊണ്ട് ചെറിയ കാകളുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഏറ്റവും ഇങ്ങേറ്റത്തെ പോയിന്റ് വന്നു. ഇവിടുന്ന് ഇനിയും കുറേ മുന്നോട്ട് നടക്കാം, വെള്ളം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഒരു 500 മീറ്ററിലും മുന്നോട്ട് നടക്കാൻ തോന്നുന്നു. അവിടെ കുറേ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരങ്ങോട്ട് നടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തിരിച്ച് വട്ടം കറങ്ങി തിരിച്ച് ഐലൻഡിൻ്റെ മറ്റേ വശത്തോട്ട് പോകാൻ തുടങ്ങി. ഇത് വളരെ ചെറിയൊരു ഒരു ഐലൻഡാണ്. നോക്കി, ഈ ടൈപ്പ് ചെടികൾ വലിയ ചെടികളാണ്. ഇഷ്ടം പോലെയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നോക്കി, പഞ്ചസാര മണലിനകത്ത് തന്നെ ഉണ്ടായി നിൽക്കുന്നു. ഇത് ഇവിടെ ഇത് നല്ല കൂർത്ത കക്കായ. ഇത് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് മുറിയുന്ന ടൈപ്പിലുള്ള ഭയങ്കര ഷാർപ്പായിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ മനോഹരമായൊരു കണ്ടൽക്കാടിൻ്റെ നടുക്കാണ് കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നത്. ഈ സൈഡ് മുഴുവൻ കണ്ടല. ഇവിടം വരെയൊക്കെ വെള്ളം കയറുന്നതെന്ന് തോന്നുന്നു. കാരണം എന്താ, ഇവിടെ എല്ലാം ഇവിടുത്തെ മണലെല്ലാം നനഞ്ഞാണ് കിടക്കുന്നത്. വെള്ളം ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഇവിടെയെല്ലാം വെള്ളം തിരിച്ച് കയറി വരുന്നതാണ്. പക്ഷേ അതേസമയം ഇതിനകത്ത് ഈ പുല്ലൊക്കെ നോക്കി, ഇതൊക്കെ നമ്മുടെ കരപ്രദേശമുള്ളത് ഉള്ളേക്കോട്ട് പുല്ലാണ്. പക്ഷേ അവിടെയൊന്നും വെള്ളം കയറിയിട്ടില്ല. അപ്പം വെള്ളം കയറാത്ത കുറേ ഭാഗങ്ങളുണ്ട്. ഇതല്ലേ വെള്ളം അടിച്ച് കയറ്റി ഇരിക്കുന്ന ആ ഒരു ബാരിയർ പോലെ. ഇതാണ് ഇതിനകത്തൂടെ കട്ട് ചെയ്ത് നമ്മളങ്ങനെ വശത്തോട്ട് പോകുന്ന വഴിയും തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമല്ല. കാരണം എന്താ, ഇവിടെ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പം എന്താണ്, നമ്മൾ തിരിച്ച് വട്ടം കറങ്ങി ഐലൻഡിൻ്റെ ഇങ്ങേ വശത്ത് വന്നു. അതിക്ക് ആ ഭാഗമാണ് കരഭാഗം, നമ്മൾ വന്ന സ്ഥലം. നല്ല കാറ്റും ഉണ്ട് തന്നെയുള്ളൂ. ഇവിടെയൊക്കെ ഏകദേശം ഒരു 1.5-2 മീറ്ററോളം വെള്ളം ഇനി പൊങ്ങും അടുത്ത ഒരു 6-7 മണിക്കൂറിനുള്ളിൽ. എനിക്ക് ഒരു സാധാരണ വെള്ളം മൂടി കിടക്കുന്ന ഇതിനകത്ത് കുറേ ജീവികളുടെ അസ്ഥികൂടങ്ങളും കക്കായും ഒക്കെ കിടപ്പുണ്ട്. ജോഷുവ യക്കി വാട്ടർ ആടാ. അപ്പോൾ തന്നെ ഞാൻ പയ്യെ തിരിച്ച് നടക്കുക. സൂര്യൻ അസ്തമിച്ചു. അപ്പം ഇനി വെളിച്ചം പെട്ടെന്ന് പോകും. മാത്രമല്ല കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്കും പയ്യെ വെള്ളം കയറി തുടങ്ങും. അല്ലേ, ഇരുട്ടായി. ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് തിരിച്ചു വന്നു. ആൾക്കാരെല്ലാം പയ്യെ നടന്നു വരുന്നുണ്ട്. ജോഷുവാണ് ഇവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്.